ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ് മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5 മന്ത് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ കാണുന്ന എൻ്റെ ഒരു ഡെസ്കിനെ ഞാൻ എങ്ങനെയാണ് മേക്ക് ഓവർ ചെയ്തെടുത്തതെന്നുള്ളതൊന്ന് കണ്ടാലോ. എൻ്റെ ടേബിൾ ഇതായിട്ട് സാധനങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടാണുള്ളത്. അപ്പോൾ മെയിനായിട്ട് എനിക്ക് ആവശ്യം ഒരു ഓർഗനൈസറാണ്. അപ്പോൾ പിൻട്രസ്റ്റിൽ ഞാൻ ഡ്രസ് മേക്ക് ഓവർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത ടൈമിൽ ഇതുപോലെ കുറേ ഓർഗനൈസർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേബിളിൽ സ്പേസ് കിട്ടും. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ഓർഗനൈസറാണ്. ഈ ഒരു ഓർഗനൈസർ ഉണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫോം ബോർഡാണ്. ഈ ഒരു ഫോം ബോർഡിന് 200 സംതിങ് റുപ്പീസാണ് എനിക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോം ബോർഡ് മാത്രമേ ഞാൻ ഈ ഒരു മേക്ക് ഓവർ വീഡിയോക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ് മേക്ക് ഓവർ വീഡിയോ ആണ്. ഞാൻ ആദ്യം ടേബിളിൻ്റെ ഏത് സൈസ് വരെ ഈ ഒരു ഓർഗനൈസർ വരണം എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെയാണ് ഫോം ബോർഡിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിളിൻ്റെ സ്പേസൊക്കെ നോക്കിയിട്ട് ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതാ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഓർഗനൈസറിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. കാരണം ഞാനിതൊരു ഏകദേശ അളവിൽ നോക്കി കട്ട് ചെയ്തെടുത്തതാട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഷെയർ ചെയ്ത ആ ഒരു പിൻട്രസ്റ്റ് പിക്ചറിൻ്റെ കറക്റ്റ് സാധനമൊന്നുമല്ല ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പം എൻ്റെതായ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫോം ബോർഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിച്ചു കൊടുക്കണം. ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലെക്സ് ക്യൂക്കാണ്. ഫ്ലെക്സ് ക്യൂക്ക് നമ്മൾ സൂപ്പർ ഗ്ലൂ ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു ഗ്ലൂ ആട്ടോ. നമ്മളിത് ഒട്ടിക്കുമ്പം തന്നെ ഇത് ഒട്ടി പിടിച്ചിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ലെവലിൽ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഒട്ടിക്കുക. പിന്നെ ഇത് ലെവലായിട്ടില്ലെങ്കിൽ നമുക്കിത് മാറ്റി ഒട്ടിക്കാനോ പറിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ ഓരോ പീസ് ഇങ്ങനെ വെച്ച് നോക്കുകയാണ് ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ ഓരോന്നും വെച്ച് നോക്കിയിട്ടാണ് കറക്റ്റ് ഒട്ടിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളത്. ഞാൻ ഈ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് പ്ലേസ് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ കരുതി അവിടെ ചെറിയൊരു സ്റ്റാൻഡ് കൂടി ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ബാക്കി വന്ന ഫോം ബോർഡ് വെച്ചിട്ട് ഞാനൊരു ചെറിയ സ്റ്റാൻഡ് കൂടി അടിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നീളത്തിലൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ചെറിയൊരു പീസ് വെച്ച് കൊടുക്കാട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റാണ് എന്താ പറയുക, സാധനങ്ങൾ വെക്കുമ്പോൾ നടുഭാഗം കുയിഞ്ഞു പോകുന്ന പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മിഡിലും കൂടി ഒരു സ്റ്റാൻഡ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്നേരമാണ് കറക്റ്റായിട്ട് അതവിടെ നിന്നിട്ടുണ്ടായത്. പിന്നെ ഞാനിതടി ക്ലീൻ ചെയ്യുന്നത് പിറ്റേ ദിവസമാണ്. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന ടൈമാണ് ഞാൻ ആലോചിച്ചത് ഒരു വാളിൽ എന്തെങ്കിലും സ്റ്റാൻഡ് പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാടി ചെറിയൊരു സ്റ്റാൻഡ് പോലെ നമ്മൾ വാളിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ ടേബിളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഇതാടി ഓർഗനൈസറൊക്കെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ വെക്കണം എന്നുള്ളൊരു ഡൗട്ടിൽ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു പ്ലേസിൽ വെച്ചപ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത്. അപ്പോൾ അവിടെ തന്നെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് സ്റ്റാൻഡ് അവിടെ വെച്ചു. നമ്മൾ ഉണ്ടാക്കിയ ക്ലൗഡിൻ്റെ ഓർഗനൈസറും അതുപോലെ നമ്മുടെ വുഡൻ്റെ സ്റ്റാൻഡൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഓർഗനൈസറിൽ കലണ്ടർ വെക്കാനായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷേ ആ ഒരു കലണ്ടർ അവിടെ വെക്കുമ്പോഴത്തേക്ക് സ്പേസ് മൊത്തത്തിൽ പോയ പോലെ ഒരു തോന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ആ കലണ്ടർ മാറ്റിയിട്ട് അവിടെ നമ്മുടെ ക്ലൗഡിൻ്റെ ഓർഗനൈസർ വെച്ചതാട്ടോ. അപ്പോൾ ക്ലൗഡിൻ്റെ ഓർഗനൈസർ വെച്ചപ്പോഴാണ് അവിടെ കാണാൻ ഒരു ഭംഗി തോന്നിയത്. പിന്നെ ഞാനിതാടി കലണ്ടർ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു സ്റ്റാൻഡിലാണ് നമ്മുടെ കലണ്ടർ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ഓർഗനൈസറിലാണെങ്കിൽ ഞാൻ നമ്മുടെ മിനി ബുക്കും സ്കെച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാണ്ട് ഇപ്പോൾ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് ഈ ഒരു ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്.
പിന്നെ ഇതൊരു ചെറിയ സ്റ്റോറേജാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് ഞാൻ നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ ബോക്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ റീലായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു മേക്ക് ഓവർ വീഡിയോ ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് എടുത്തതല്ല. അപ്പോൾ 1-2 ദിവസങ്ങൾ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിതടി ഓരോ സാധനങ്ങളും അവിടെ ഇവിടെ ആയിട്ടൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് വെച്ചിട്ട് എങ്ങനെയാണോ ഭംഗി തോന്നിയത് ആ രീതിയിൽ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഞാനിങ്ങനെ വെക്കുന്ന കാണും, പക്ഷേ അതിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ജൂട്ട് മാറ്റ് ഞാൻ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതിപ്പം ഞാൻ എൻ്റെ ടേബിളിൽ ഇങ്ങനെ വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടേബിളൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ടേബിളിൻ്റെ അടിഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ടേബിളിൻ്റെ അടിഭാഗം ഇതുപോലെ മെസ്സായി കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു ടേബിൾ ഇതുപോലെ ആയിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ടേബിളിൻ്റെ അടിയിൽ എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു വുഡൻ്റെ ട്രേയിൽ ഞാൻ എൻ്റെ പെയിൻറ്റും ടെക്സ്ചർ പെയിൻറ്റ് വാർണിഷ് ഇതൊക്കെ ഈ ഒരു വുഡൻ്റെ ട്രേയിൽ അടക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ താഴത്തെ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു താഴത്തെ തട്ടിൽ വെക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ചെറിയൊരു സ്പോഞ്ച് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ വാങ്ങുന്ന ടൈം കിട്ടിയതാണ്. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ ഒരു ടേബിളിന് കലയൊന്നും വരണ്ട കരുതിയിട്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു ചെറിയ ഫ്ലവർ പോട്ട് സെറ്റാക്കി എടുക്കാമെന്നുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു യോഗേട്ടിൻ്റെ ചെറിയ കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കപ്പിലാണ് ഞാൻ ഫ്ലവർ പോട്ട് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്ത് ഒരു ചെറിയ സ്പോഞ്ച് എടുത്തിട്ട് ഈ ഒരു കപ്പിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് അതിൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫ്ലവേഴ്സ് കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ പോട്ട് സെറ്റാക്കി എടുക്കുന്നത്. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള ആ ഒരു ഫ്ലവേഴ്സ് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുത്തി കൊടുക്കാട്ടോ ചെയ്യുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു എംബ്രോയ്ഡറിൻ്റെ ത്രെഡ് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലത്തെ ഭാഗം മൊത്തത്തിലൊന്നിങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ബോ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ പോട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ എത്രത്തോളം ഭംഗിയായിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കണേ. എൻ്റെ ഡ്രസ് മേക്ക് ഓവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ് മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. കാരണം നമ്മൾ ആ ഒരു ഫസ്റ്റത്തെ ലുക്കും ലാസ്റ്റത്തെ ലുക്കും എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. എനിക്ക് കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തണം, കുറച്ച് വാൾ പോസ്റ്റേഴ്സൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അത് ഇപ്പോൾ കുറച്ചും കൂടി കൈയിട്ട് നമ്മുടെ ചാനൽ കുറച്ചും കൂടി ഒന്ന് ഗ്രോ ചെയ്തതിന് ശേഷം അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എല്ലാ സാധനങ്ങളൊന്നും ഞാൻ ടേബിളിൽ വെച്ചിട്ടില്ല, ബാക്കിയൊക്കെ ഈ ഒരു ഷെൽഫിലാണുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.